referendum whether you want Mr. Pinarayi Vijayan for 5 more years or you don't want it. That is the main single issue of this election. പിണറായി വിജയൻ എന്ന നിലക്കല്ല LDF ഗവൺമെന്റ്. അതായത് LDF എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ എന്നാണല്ലോ അർത്ഥം. ഈ വ്യക്തിയാണല്ലോ ഈ പാർട്ടി, ഈ പ്രസ്ഥാനം. ഇപ്പോ അങ്ങനെയല്ലേ? പിണറായി വിജയൻ എടുക്കുന്ന ഒരു തീരുമാനത്തിനപ്പുറം, പിണറായി വിജയൻ പറയുന്ന ഒരു വാക്കിനപ്പുറം എന്തെങ്കിലും പാർട്ടിക്ക് സ്വന്തമായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോകണം. ഇപ്പൊ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ്. അതുകൊണ്ട് ചോദ്യം കൃത്യമാണ്, മറുപടി മാത്രം പറഞ്ഞാൽ. LDF എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അല്ല. പിണറായി വിജയൻ LDFന്റെ ഒരു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ആയിരുന്നു. അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല. ഒരു പാർട്ടിയിലെ ഒരു മെമ്പർ, കുറച്ച് പവറുണ്ട്. കാരണം അയാൾ വന്ന വഴിയിൽ അയാൾക്ക് കുറച്ച് പവറുണ്ട്. എന്നും കൊണ്ട് പൂർണ്ണമായ അധികാരം അയാളുടെ കസ്റ്റഡിയിലൊന്നുമല്ല. അയാൾ നാളെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിയ പുല്ല് പോലെ എടുത്ത് ദൂരക്കളയും. ഈ പിണറായിയെ ചോദ്യം ചെയ്യാനില്ലെന്ന് ആര് പറഞ്ഞു? പിണറായി ചോദ്യം ചെയ്യാനാണ് ആളില്ല. പിണറായിയെ ചോദ്യം ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അത് സുഖമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായിക്കറിയാം ഈ പാർട്ടിയുടെ എങ്ങനെയാണ് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നതെന്നും ഈ പാർട്ടിയുടെ അടിത്തറ എന്താണെന്നും പിണറായിക്ക് നന്നായിട്ടറിയാം. പിണറായിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളിൽ ഒരു വൃത്തികേടില്ല. ഇത് ഈ പുറത്തിരിക്കുന്ന ഏതെങ്കിലും അലമ്പുകൾ ഇങ്ങനെ വന്ന് ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് എന്തെങ്കിലും വിളിച്ചു പറയുന്നവരല്ല. അയാൾക്ക് അയാളുടേതായ വ്യക്തിത്വമുണ്ട്. അയാളുടെ പേര് പറയുമ്പോൾ എന്താ അധികാരം? പിണറായി വിജയൻ എടുക്കുന്ന ഒരു തീരുമാനത്തിനപ്പുറം, പിണറായി വിജയൻ പറയുന്ന ഒരു വാക്കിനപ്പുറം എന്തെങ്കിലും പാർട്ടിക്ക് സ്വന്തമായിട്ടുണ്ടോ? പിണറായി പറയുന്ന വാക്കിനപ്പുറം തീർച്ചയായിട്ടും പാർട്ടിക്കുണ്ട്, ഉണ്ട്. പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങള് ഒരാൾ കുറെ കാലം ഭരിച്ചു വന്നു കഴിയുമ്പോൾ അയാളുടെ നന്മകളൊന്നും അവർ ഓർത്തിരിക്കും. ഇപ്പൊ സംബന്ധിച്ച് ഈ പൊതിച്ചോറിനെ സംബന്ധിച്ചിടത്തോളം കെ കരുണാകരന്റെ മകൻ മുരളീധരൻ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ പറയുന്നത് ആലപ്പുഴയിലെ ഒരു ആശുപത്രി ഉണ്ട്, ഗവൺമെന്റ് ആശുപത്രി. അവിടെ ഫുഡ് കൊടുക്കാൻ പാടില്ല. അവിടെ DYFIയുടെ ഫുഡൊന്നും കൊടുക്കണ്ട. അത് ഫുഡ് കൊടുക്കാൻ, അതായത് ആശുപത്രി കോമ്പൗണ്ടിൽ ഫുഡ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ബാനറും കൊടിയൊന്നും കെട്ടാൻ പാടില്ല. അവന്റെ തന്ത, അതായത് കെ കരുണാകരൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്തെല്ലാം പോലെ കാണിച്ചു വെച്ചിരുന്ന ഒരു നിരപരാധിയായ ഒരു വിദ്യാർത്ഥിയെ, രാജൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ കക്കയം കാമ്പിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊന്നുകൊണ്ട് അയാളുടെ ശവം, അവന്റെ അച്ഛന്റെ പേര് ഈശ്വരവാര്യർ എന്നായിരുന്നു. ആ ഈശ്വരവാര്യരുടെ അമ്മ, ഈശ്വരവാര്യർക്ക് തന്റെ മകനെ ഒന്ന് കാണാൻ പോലും, ശവം പോലും ഒന്ന് കാണാൻ സാധിച്ചില്ല. അപ്പം മൃഗീയമായി തല്ലിച്ചതച്ചു കൊന്ന് അതിന് ശവം പോലും എങ്ങനെ കാണിക്കാത്ത ആ ദുഷ്ടനായ വ്യക്തിയുടെ മകനാണ് ഈ മുരളീധരൻ. ആ മുരളീധരൻ ഇപ്പൊ ഇന്ന് കുരയ്ക്കുക, എന്റെ അപ്പന്റെ പേര് വരണം, കോഴിക്കോട് എന്നെ മെഡിക്കൽ കോളേജിലൊക്കെ എന്റെ അപ്പന്റെ പേര് വരണം. ഇവന്റെ അപ്പൻ എന്താ ഇത്ര പ്രത്യേകത? കേരളത്തിൽ കണ്ട ഏറ്റവും കുറെ തെണ്ടികളുടെ നേതാവായി വളർന്ന് ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇവനെ സാധാരണ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇപ്പൊ അയാൾ പറയുന്നത് DYFIക്കാര് ഭക്ഷണപ്പൊതിയൊന്നും കൊടുക്കണ്ട, പിന്നെ വിശപ്പറിയാവുന്നവനെ ഭക്ഷണപ്പൊതിയുടെ രുചിയെ മനസ്സിലാവും. ഇവിടെയൊക്കെ സാധാരണ ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ എന്തേലും ആൾക്കാരാ ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി ഇതായിരുന്നു. അല്ലെങ്കിൽ എന്നാൽ DYFIക്കാരുടെ ഭക്ഷണം വേണ്ടെന്ന് ആ രോഗികളൊന്ന് തീരുമാനിച്ചാൽ പോലെ. അല്ലെങ്കിൽ അവരെ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണ്ട. അതിനുള്ള സംവിധാനമൊന്നും അവർക്കില്ല, ഇതുവരെ ആയിട്ടുമില്ല. കേരളത്തിൽ മുഴുവൻ നടന്നിട്ട് കാണാൻ പറ്റുന്നത് അത്രയും പിണറായി വിജയന്റെ പോസ്റ്ററുകളാണ്. എവിടെ നോക്കിയാലും ഫ്ലെക്സുകൾ, എവിടെ നോക്കിയാലും പോസ്റ്റർ. അതെന്താണ് അങ്ങനെ? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോൾ അയാളുടെ പോസ്റ്റുകൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും കാണുമല്ലോ. അതിലെന്താ ഇത്ര അതിശയിരിക്കുന്നത്? പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാളുടേതായ വ്യക്തിത്വമുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കറകളഞ്ഞ നേതാവ് തന്നെയാണ്. ഇവര് കാണുന്ന കണ്ണില് അയാൾ ചിലപ്പോൾ മോശക്കാരനും എന്തെങ്കിലും കുഴപ്പക്കാരനായിരിക്കും. ഈ പുറത്തുനിന്ന് വന്ന ഏതോ ജേർണലിസ്റ്റ് അവരെ ചൂടാക്കാൻ വേണ്ടി എന്തോ വിളിച്ച് ചോദിക്കുന്നു, അയാൾ അതിനനുസരിച്ചുള്ള മറുപടി പറയുന്നു. ഇവളിരുന്ന് പോളിഷ് ചെയ്യാൻ നോക്കുന്നു. അതേ ഉള്ളൂ, അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിണറായി വിജയന്റെ മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് എന്താ ഇവർക്ക് ഇത്ര വലിയ കുഴപ്പം? അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ബേസ് കേരളത്തിലെ ജനങ്ങൾക്ക് അയാളുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ മന്ത്രിസഭ, ഇവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത്. എല്ലാ വകുപ്പിലും അയാളുടെ നിയന്ത്രണവും അയാളുടെ കോർഡിനേഷനുമാണ്. അപ്പൊ തീർച്ചയായിട്ടും അയാൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് അയാളെ കാണിക്കും. അതിനെന്താ എത്ര തെറ്റാ? കേരളത്തിൽ ഈ 10 വർഷം കൊണ്ട് എത്ര നല്ല പുരോഗതി ഉണ്ടായത്, എന്തെല്ലാം പുരോഗതി ഉണ്ടായത്.
സ്കൂളുകൾ, ഇവിടുത്തെ സ്കൂളുകളൊക്കെ ഹൈടെക് ആയി, ആശുപത്രികൾ, എന്തെല്ലാം സൗകര്യം, പ്രൈവറ്റ് ആശുപത്രികളുടെ അതേ നിലവാരമല്ലേ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികൾക്ക്. ഇവിടെ പിന്നെ അവയവമാറ്റമൊക്കെ, ഹൃദയമാറ്റം നടത്തുന്നു, പിന്നെ അതുപോലെ തന്നെ ലിവർ, വൃക്ക, ഇതൊക്കെ മാറ്റിവെക്കാനും സാധിക്കുന്നു. എന്തെല്ലാം പരിപാടി ഇത്. അപ്പൊ തന്നെ ഇതിലെന്താ ഇത്ര വലിയ കുഴപ്പം കാണിക്കുന്ന ഇതില് ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ ഇത്രയും നല്ല ചികിത്സ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏത് ചെറിയ നമ്മുടെ ഗ്രാമപ്രദേശത്തെ സാധാരണ ആശുപത്രി പോയാൽ തന്നെ എന്തേരം നല്ല ചികിത്സയാണ് കിട്ടുന്നത്. അവിടെയൊക്കെ എന്തെല്ലാം പ്രശ്നം, എല്ലാ ആശുപത്രിയിലും ആൾക്കാരുണ്ട്, മരുന്നുണ്ട്. പിന്നെ ചില ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും ചിലയിടത്തൊക്കെ. ആശുപത്രിയില്ലേ, ഇത് ഈ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്, ആശുപത്രികൾ എത്രയുണ്ട്. ഇപ്പം എല്ലാ ദിവസവും എല്ലാം പെർഫെക്റ്റ് ആയി ഇരിക്കണമെന്നില്ലല്ലോ. എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ അത്രയധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്യേണ്ടതില്ല, അതും തിരുത്തേണ്ടതാണ്. അത്രയും പോലും വരരുത്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് അയാളുടെ വംശീയതയും കൂടെ ഇവള് ആക്ഷേപിക്കുന്നുണ്ട്. ഇവള് ഏതോ കൊമ്പത്തെ ആളാന്ന് ഇവക്ക് ധാരണ. അയാളെ സംബന്ധിച്ചും അയാൾ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഇങ്ങനെ ഒരു നല്ല ഈ പൊസിഷനിൽ ഇരിക്കുന്ന ഇവളെ പോലെയുള്ള ചെറ്റുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അതിന്റെ കാര്യം. ഏതെങ്കിലും ഒരു ചെറിയ വിഷയം എടുത്ത് കാണിച്ച് പിണറായിയുടെ മുഖമാണ് കാണിക്കുന്നത്, പിണറായിയുടെ പിന്നെ ഫ്ലക്സാണ് എല്ലായിടത്തും കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇവളെന്തിനാ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നത്? പിണറായി നിയന്ത്രിക്കുന്ന സർക്കാരാണ്, അപ്പൊ പിണറായിയുടെ ഫ്ലക്സ് വരും. അതെങ്ങനെയാണ്? അതിന്റെ ഇത്ര കുഴപ്പം? പിണറായിയുടെ ഭരണം, പിണറായി ചെയ്ത ഏതെങ്കിലും ഒരു അയാൾ ഇതുവരെ ഒരു അഴിമതി കാണിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ വന്നു, റിസൾട്ട് വന്നു, അന്നേരെ സ്വന്തം ഒരു ഫ്ലൈറ്റ് ഒക്കെ ചാർട്ടേഡ് ചെയ്ത് നേരെ മംഗലാപുരത്ത് പോയി എല്ലാത്തിനും പോയത് അയാൾ. അവിടെ സ്വർണം കെട്ട, പിന്നെ ശബരിമലയിലെ സ്വർണം കെട്ട പ്രധാനപ്പെട്ട ഒരാളെയും കൂടെ കൂട്ടി അയാൾ അങ്ങോട്ട് പോയത്. അവിടെ എന്നാ പരിപാടി? ഇയാൾ ഫ്ലൈറ്റൊക്കെ ചാർട്ട് ചെയ്ത് പോകാൻ അയാൾക്ക് എവിടുന്ന പൈസ? അത് ആരാ സ്പോൺസർ ചെയ്ത്? ഇങ്ങനെയുള്ള ഈ ആൾക്കാർ വന്ന് ഭരിക്കുന്നത്. അതേപോലെ പറഞ്ഞപ്പോ കണ്ടല്ലോ, ഇവിടെ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പവർ കട്ടേ ഉള്ളൂ. എല്ലാ ദിവസവും പവർ കട്ടാണ്. ഇവിടെ ഒരു തരത്തിൽ ഇതേ സ്ഥാനത്ത് ഒരു 10 വർഷം ഭരിച്ചപ്പോൾ ഒരു പവർ കട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവരുടെ മിസ്മാനേജ്മെന്റ്, ഇവർക്കത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. കറണ്ട് ആവശ്യമായത് കേരളത്തിന് എന്തേലും ആവശ്യം ആണെന്ന് അറിഞ്ഞ് ഇത് വാങ്ങി വെക്കാനോ അത് വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യാനോ ഇവർക്ക് കഴിയുന്നില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. അത് മാത്രമല്ല, നമ്മുടെ ഒരു മാൻഡ്രേക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു 1.25. ആ സഞ്ജു സാംസൺ തുടർച്ചയായിട്ട് 6 മാത്രം അടിച്ച് പറത്തിക്കൊണ്ടിരുന്ന പയ്യനാണ്. തമ്പുരാനൊന്ന് ഷെയ്ക്കാൻഡ് തന്നിട്ട് അടുത്ത് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ആദ്യത്തെ ബോളിലെ ഔട്ടായെന്നാണ് കേട്ടത്. ഇപ്പൊ അയാള് പറയുന്നത് അയാളത് അശൗര്യമാണെന്നാണ് ഇവള് പറയുന്നത്. അയാൾ സഞ്ജു സാഗർ ഇയാൾ കൈ കൊടുത്തത് കൊണ്ടാണ് അയാൾക്ക് പിന്നെ 6 അടിക്കാൻ പോയതും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തു പോയെന്ന് ഇവള് പറയും. ഇവള് ഏത് നാട്ടുകാരൻ, ഇവളെന്ത് വൃത്തികേടെ വിളിച്ചിട്ട് പറയുന്നത്? കൊള്ളാം. ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നമ്മുടെ രാജ്യത്തെ അതിദാരിദ്ര്യമുക്തമാക്കിയ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ലോകം ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ലോകം വിട്ടൊരു കളിയില്ല. രാജ്യമൊന്നും നമുക്കൊരു സംഭവമല്ല, ഒരു വിഷയമല്ല. നമ്മൾ ലോക നിലവാരത്തിലാണ് കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നതും നടപ്പാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താൽ ലോകം ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഒരു വലിയ നേട്ടമായിട്ട് കരുതുന്നത്. അതിദാരിദ്ര്യത്തിൽ നിന്നും കേരളം മുക്തമായോ ജനങ്ങൾ മുക്തരായോ എന്നതിനെ പരിഗണിക്കുന്നില്ല. മനസ്സിലായില്ലേ? വാക്കാൽ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ നേട്ടം. തീർച്ചയായിട്ടും അതെയല്ലോ. ഇവിടെ ദാരിദ്ര്യം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദാരിദ്ര്യമുക്തമായുള്ള ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് പോരായ്മകളുണ്ട്. പോരായ്മ തന്നെ ചിലയിടത്തൊക്കെ ഉണ്ടാകും. അത് പിന്നെ പരിഹരിക്കാം. പക്ഷെ എന്നാലും അയാളുടെ ഭരണത്തെ വലിയ ദോഷമൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിന്റെ പുരോഗതി ഭയങ്കരമായിട്ട് കുറയും. കാരണം ഇപ്പൊ എല്ലായിടത്തും പ്രശ്നങ്ങളോടെന്ന് പറഞ്ഞാൽ കറണ്ടിന് പ്രശ്നമാണ്. അതുപോലെ തന്നെ പിന്നെ ഈ എല്ലാ വിലക്കയറ്റം, എല്ലാ സാധനത്തിനും വില കൂടി. പിന്നെ പെട്രോളിന് വില കൂടി. അതൊന്നും പിന്നെ കേരളം തീരുമാനിക്കുന്നതല്ല. എന്നാലും പറയാം, എല്ലാ രീതിയിലും എല്ലാ സാധനത്തിനും ഈ പിന്നെ വീട്ടു സാധനത്തിലുള്ള സാധനത്തിനും നമ്മൾ വാങ്ങുന്ന സാധനത്തിനും ഒക്കെ ഭയങ്കരമായിട്ട് വില കൂടി. അപ്പൊ ജീവിതം, സാധാരണക്കാർക്ക് ജീവിതം ഭയങ്കര ദുസ്സഹനമാണ്. ഇപ്പൊ ഇത് വന്നതുകൊണ്ട് ആ കാണാനല്ലേ ഇവരുടെയൊക്കെ ഈ മിസ്മാനേജ്മെന്റ്. അപ്പൊ നേരത്തെ അവരും ഭരിച്ചോണ്ടിരുന്നപ്പം ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു.
ഒരു നല്ല ഭരണം തന്നെയായിരുന്നു പിണറായി വിജയന്റെ സർക്കാർ. പിണറായി വിജയന്റെ ഇത്രയും മന്ത്രിസഭയിൽ ഇത്രയും പേരുണ്ടെങ്കിലും അവരാരും ഒരു അഴിമതി ചെയ്തെന്നോ ഒന്നൊന്നും ഒരു വലിയൊരു അഴിമതി ചെയ്തതായിട്ട് ഇതുവരെ ഒരാളുടെ പേര് മറ്റൊരു തന്നെ പറയുന്നില്ല. അതിനെ ഇതിനകത്ത് ഏറ്റവും വലിയ ഇതാണ്. ഇപ്പം വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പ്രയോഗിക്കും വന്ന് 2 മാസം കഴിഞ്ഞു. എന്താ ഇപ്പൊ അദാനിയുടെ ആ ഷെയറുകളെല്ലാം, കേരളത്തിലുള്ള ഷെയറുകളെല്ലാം ഏതാണ്ട് 30-40% പുറത്ത് വിറ്റെന്നൊക്കെ പറഞ്ഞു. വിറ്റ് അതിന്റെയൊക്കെ പൈസ അവർ അദാനിക്ക് കിട്ടി. അപ്പൊ എന്തായാലും കമ്മീഷൻ എന്തായാലും കാണുമല്ലോ. അതായത് ആകപ്പാടെ 2000 കോടി രൂപ ചെലവാക്കിയ വിഴിഞ്ഞം പദ്ധതിക്ക് 13,500 കോടി രൂപ വിറ്റ് ഇപ്പൊ തന്നെ നേടിയതാണ്. അത്രയും പൈസ ഉണ്ടാക്കിയതാണ്. അപ്പൊ എത്രയായിരം കോടി രൂപ, ഏതാണ്ട് 9,500 കോടി ലാഭം ഇപ്പൊ തന്നെ പോയി. 2000 കോടിയെ ഇതിന് ചെലവും, 13,500 കോടി നേടി. അപ്പം ഇനിയും ഷെയർ വിൽക്കാനുണ്ടല്ലോ. അപ്പം ഇതൊന്നും ഒരു അഴിമതിയല്ല, ഇതൊന്നും ഒരു പ്രശ്നമേ. ഇതൊന്നും അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല, കാണുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത വലിയ തോതിൽ സമ്പാദിക്കാൻ കഴിയുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യത സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അതിവിടെ പ്രയോജനപ്പെടുത്തുന്നില്ല, നാട് വിട്ട് ഓടുകയാണ്. അതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമാണ്. ഇവിടെ 12 വരെയുള്ള നല്ല വിദ്യാഭ്യാസമാണ് എല്ലായിടത്തും. എല്ലാവരും പറഞ്ഞു, മറ്റുള്ള വിദഗ്ധരായ ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു അമേരിക്കയിലുള്ള അതായത് ഒരു അമേരിക്കൻ മലയാളി ഇവിടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. കേരളത്തിലെ ഏറ്റവും നല്ല 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ്. മറ്റുള്ള രാജ്യത്തിൽ ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കുഴപ്പമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുവിധം നല്ല കഴിവുള്ളവർ. അവർ പഠിച്ച് അവർക്ക് അനുയോജ്യമായ ജോലി കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല. അവരതുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അതിനെന്താ തെറ്റ്? പുറത്തൊക്കെ പോയി അവർ ജോലി ചെയ്ത് അതിന്റെ പൈസ ഇങ്ങോട്ട് അയക്കുന്നുണ്ടല്ലോ. ഇവിടെ ഉള്ളവർക്ക് രക്ഷപ്പെടാമല്ലോ. കേരളം ഇതുപോലെ പുരോഗമിക്കാൻ കഴിയുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വന്നു, അവര് പഠിച്ചു പുറത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങോട്ട്. കേരളത്തിൽ പിന്നെ എന്നാന്ന് വലിയ സംരംഭമൊക്കെ തുടങ്ങി. കേരളത്തിൽ പൈസ കൂടുതലാണ്. എല്ലാ ജോലിക്കും ജോലി ചെയ്ത് അവിടുത്തെ ലേബറിന് കണ്ടമാനം പൈസ കൊടുക്കണം. അപ്പൊ അത്രയും വലിയൊരു പൈസയൊന്നും കൊടുക്കാത്ത സംസ്ഥാനത്തേക്ക് മറ്റുള്ള വലിയ ഫാക്ടറികൾ വരുമ്പോൾ അങ്ങോട്ട് പോകും. കാരണം അവിടെ ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല, ഇത്രയും പൈസയൊന്നും വേണ്ട. പിന്നെ ഇവിടെ കേരളത്തിലെല്ലാം വളരെ സ്ട്രോങ് ആണ്. തൊഴിലാളികളൊക്കെ ഒറ്റക്കെട്ടാണ്. നല്ല ട്രേഡ് യൂണിയൻ ആണെങ്കിലും ഒക്കെ എല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ മുതലാളിമാരുടെ അല്ലെങ്കിൽ ഈ സ്ഥാപനം നടത്തുന്നവരുടെ പിന്നെ അത്രയധികം ലാഭം കൊയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പുറത്തോട്ട് പോകുന്നത്. ഇവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാകാത്തത് എങ്കിലും ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഇപ്പം ഒരു നല്ല വ്യവസായ അന്തരീക്ഷമാണ് കേരളത്തിൽ. ഒത്തിരി ഫാക്ടറികളും ഒത്തിരി പ്രസ്ഥാനങ്ങളും ഒക്കെ കേരളത്തിൽ വരുന്നുണ്ട്. ദോഷമൊന്നും പറയാൻ പറ്റത്തില്ല. ബഹുരാഷ്ട്ര കമ്പനികൾ ധാരാളം കേരളത്തിലേക്ക് വരികയാണ്. ഞങ്ങളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് 1ാമത്തെ സംസ്ഥാനമാണ്. അങ്ങനെ സൂക്ഷിച്ച് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ സൂക്ഷിച്ച് പറയണേ. ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ സൂക്ഷിച്ച് പറയണേ. നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ആണ്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ഇപ്പൊ ചോദ്യം വരും. You are giving Kerala away to corporate companies. That in the name of privatization, some corporate companies are taking over. This is not the real left. പിടിച്ച് ഞങ്ങള് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. കടക്കുന്ന കപ്പിയും കയറും. കുറച്ച് മുമ്പ് പറഞ്ഞ് ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പാഞ്ഞു വരുന്നുണ്ട്, ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന്. അന്നേരം നിങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണോ, ഒറിജിനൽ ലെഫ്റ്റ് ആണോ, റിയൽ ലെഫ്റ്റ് ആണോ നിങ്ങളെന്നുള്ള ചോദ്യമൊക്കെ വന്നപ്പോ ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കോർപ്പറേറ്റുകളെ ഞങ്ങൾ വളർത്തത്തില്ല. ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിലൊക്കെ ഭയങ്കര പ്രശ്നം. ചൈനയിലൊക്കെ എന്തെല്ലാം നല്ല ഇതാണ്. അവിടെ സോഷ്യലിസം ആകുമ്പോൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ വ്യവസായങ്ങൾ നടക്കുകയും തൊഴിലാളികൾക്ക് പൈസ കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യക്കാരിൽ എത്രയോ മുന്നിലാണ് ചൈനയൊക്കെ. അതൊരു സോഷ്യൽ രാഷ്ട്രമല്ലേ? അതുപോലെ തന്നെ റഷ്യ. ഇതൊക്കെ സോഷ്യലിസ്റ്റ്. അവിടെ ഒന്നും ഒരു പരിപാടി നടക്കുന്നത് ഇന്ത്യയുടെ എത്രയോ മുന്നിലാവും. ഈ പൂതന ഇവിടെ ഇരുന്ന് എന്തോ വിളിച്ചു പറയുന്നു. ഇവളെന്ത് കണ്ടിട്ടാ ഇത് പറയുന്നു? അങ്ങനെ കമ്മ്യൂണിസമാണ് അവിടെ, അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയാൻ എന്തോ അങ്ങനെ ആണോ? മറ്റുള്ള രാജ്യം കൊണ്ടല്ല, എത്രയോ രാജ്യമുണ്ട് സോഷ്യലിസം പിന്തുടരുന്ന. അവിടെ ഒക്കെ വ്യവസായം വളരുന്നുണ്ടല്ലോ.
Delhi is together, left and Congress, but in Kerala you are fighting with each other. I mean, voters will be wondering what kind of politics this is. അതില് അത് അങ്ങനൊന്നും ചോദിക്കരുത്. അങ്ങനൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയേണ്ടത് എങ്ങനെയാണെന്ന് എനക്ക് അറിഞ്ഞുകൂടാ. ആ ചോദിച്ച ചോദ്യം ഇപ്പോഴാണ് ഒരു ചോദ്യമായിട്ട് തന്നെ മുഖ്യൻ്റെ മനസ്സിലേക്ക് വന്നത്. ശരിയാണല്ലോ, ഇവിടെ കോൺഗ്രസ്സുകാരുമായിട്ട് മുട്ടനടി, ഡൽഹി ചെല്ലുമ്പോൾ ഇന്ത്യ സഖ്യം അവരുമായിട്ട് ഒന്നിച്ച് കൈകോർത്ത് നിൽക്കണം. എന്താണെന്നൊരു പിടിയില്ല അങ്ങൊന്നിന്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. മലയാളി ആയിരുന്നെങ്കിൽ കടക്ക് പുറത്ത് എപ്പോഴേ കിട്ടിയേനെ. ഇന്ത്യ സഖ്യത്തിലോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യോജിച്ചു പോകാൻ ഒരു തരത്തിലും പറ്റിയില്ല. കേന്ദ്രത്തിൽ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് BJP അകറ്റി നിർത്താൻ എന്നുള്ള ഒരൊറ്റ പ്ലാനില്ല, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. അങ്ങനെ പല പ്രാവശ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കോൺഗ്രസിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് തന്നെ ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന പല പിന്നെ ഇടതുപക്ഷം വലതുപക്ഷം, അതായത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും അങ്ങനെയുള്ളതൊക്കെ കോൺഗ്രസിന്റെ ഭരണമല്ലാത്തടത്തും ഇവർ സപ്പോർട്ട് മറ്റുള്ളവരുടെ, അതായത് അവിടുത്തെ പ്രാദേശിക പാർട്ടിയുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ കോൺഗ്രസ് ചിലയിടത്ത് പിടിച്ചിരിക്കുന്നത്. കേരളത്തിലായാലും ഇപ്പം മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് ഇവർ അധികാരത്തിൽ നിലനിൽക്കുന്നത്. കാരണം കോൺഗ്രസ് കോൺഗ്രസ് എങ്ങാനും ഒറ്റയ്ക്ക് ഇലക്ഷൻ നിൽക്കുകയാണെന്ന് ഇവർക്ക് എത്ര വോട്ട് കിട്ടും? ഇതിൽ എത്ര പേരെ ഈ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും പിന്നെ കോൺഗ്രസ് കേരളത്തില് അധികാരത്തിന്റെ അയലക്കത്ത് പോലും എത്തില്ല. യഥാർത്ഥ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് വെള്ളമായിട്ട് നടക്കുന്ന കുറച്ച് എണ്ണം വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ. അതേ സ്ഥാനത്ത് LDF എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങൾ വളരെയധികം അംഗങ്ങളുണ്ട്. Sabarimala gold theft case. Wherever they go, they raise Sabarimala gold theft case. അടുത്ത ചോദ്യം, ശബരിമല സ്വർണ്ണക്കൊള്ള. മിത്തപ്പാ കാത്തോണേ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുത്തപ്പന്റെ എന്തോ ഇതിൽ എടുത്തെന്നാ പറയുന്നത്. മുത്തപ്പന്റെ എന്ത് ഈ പാർട്ടിക്കാർ, അതായത് ഇടതുപക്ഷം ഇപ്പൊ പിണറായി വിജയൻ എന്ത് കട്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ പല പല വിഷയങ്ങളും ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം അല്ല സ്വർണം കട്ടുന്നു. സ്വർണം അവിടുന്ന് പിന്നെ ഗൾഫിൽ നിന്നൊക്കെ ചെമ്പിലും ഖുറാനിലൊക്കെ വെച്ച് കൊണ്ടെന്ന് പറഞ്ഞ് ഒരു അലമ്പ് സ്ത്രീയെ വിളിച്ച് സ്വപ്നയോ എന്ന ഒരു സ്ത്രീയെ വിളിച്ച് അവള് കുറച്ച് ഇതിനെ ആട്ടിക്കൊണ്ട് നടന്നു. അതുപോലെ ഒരു വേദാളമാണോ ഇത് എന്ത് വൃത്തിയുടെ വിളിച്ച് പറയുന്ന. ശബരിമലയിലെ സ്വർണം കെട്ടത് ആരാ? ശബരിമലയിലെ സ്വർണം കെട്ടവന്റെ കൂട്ടത്തിലായി ഇപ്രാവശ്യം സതീശൻ മംഗലാപുരം പോയി. അവരുടെ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആരാ? ഇപ്പം ഇന്ദിരാഗാന്ധി അല്ല പിന്നെ സോണിയാഗാന്ധിയെ കുറിച്ച് ഒന്നും കുറെ ആ കള്ളന്മാരെല്ലാം സോണിയാഗാന്ധിയുടെ വിട്ടോട്ടി എന്തായിരുന്നല്ലോ, അത് അവിടെ ചോദിച്ചാൽ പോരെ. ഇവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് അലക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഈ സ്വർണം കെട്ടത് ആരാന്ന് സോണിയയ്ക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം. അവരുടെ ആൾക്കാരെ പൂജാരിമാരെ ഇപ്പൊ അവിടെ ഇരിക്കുന്ന മെയിൻ പൂജാരി ഇപ്പൊ അവരുടെ അയാളുടെ മകനെ ഇപ്പൊ കയറ്റാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അയാളുടെ മകനെ ഏതോ ഒരു മന്ദബുദ്ധി ഉണ്ട്. അവന് ഇപ്പം പൂജാതന്ത്രിയൊക്കെ അറിയാവുന്ന ഇന്ന് ഏതാണ്ട് ഇന്റർവ്യൂ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന പൂജകളൊക്കെ അറിയാവുന്ന എന്നാൽ തന്ത്രിയായിട്ട് ഇവനെ അവരോധിക്കാമെന്ന്. അത് ഇന്റർവ്യൂ ഒന്നും വെക്കേണ്ട കാര്യമില്ല, അവനെ ആക്കും. കാരണം ഇത് ഉമ്മാർക്ക് അങ്ങനെ ഉമ്മാർക്ക് ആരെങ്കിലും ഒന്ന് പിന്നെ അവിടെ ആക്കി വെച്ചാൽ മതി. ഇതിനകത്തൊന്നും ഇല്ലെന്നുള്ള വിവരം ഈ സാധാരണക്കാരനറിയാം. സാധാരണ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ പാർട്ടികൾ. അല്ലാതെ പിന്നെ അയ്യപ്പന്റെ സ്വർണം പിന്നെ പിണറായി വിജയൻ കേട്ടോ, അല്ലെ പിണറായി വിജയനോട് ചേർന്നിരിക്കുന്ന ആരെങ്കിലും കേട്ടോ. ഇങ്ങനെ പ്രാദേശികമായിട്ട് ചില ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെറ്റകൾ ഈ പിന്നെ നമ്മുടെ ആലപ്പുഴക്കാരൻ സുധാകരനെ പോലെയുള്ള ചെറ്റകൾ കാണുമായിരിക്കും. അവര് വല്ലതൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞു. അതിപ്പോ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരില്ലേ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അവസരം കിട്ടിയാൽ എല്ലാ മനുഷ്യരും നല്ലതാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാവരും നല്ലതാണെന്നൊന്നും ഇല്ല. വസ്തുതാവിരുദ്ധമായ കാര്യമാണ്, തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒന്നും കൂടെ പറ. അപ്പൊ 3 പ്രാവശ്യം ഊന്നി പറഞ്ഞ് നമുക്കത് സ്ഥാപിക്കാം. തികച്ചും വസ്തുതാവിരുദ്ധമാണ്. പാർട്ടിക്ക് മുകളിലല്ല പിണറായി വിജയൻ കേട്ടോ. That is not factual. That you are bigger than the party. That people, as I said at the very ഞങ്ങൾ എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ്. അതെ, ബാക്കി എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ്, ഞാൻ ഒഴികെ. ഞാൻ പറയുന്നതിനെല്ലാം വിധേയരായിട്ട് അതെല്ലാം കേൾക്കാന്നുള്ള ആളുകൾ പാർട്ടിയിൽ തുടർന്നാൽ മതി. അതാണ് പറഞ്ഞു വരുന്നത്. ആരും പാർട്ടിക്ക് അതീതരല്ല. Okay, I know you are very busy. പെട്ടെന്ന് നോക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ ഇയാൾ ഇന്നെ പരിപ്പും കടലയും ഒന്നിച്ചെടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് നോക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഈ സ്ത്രീ പറയുന്നതിൻ്റെ അകത്ത് ഒരു കാര്യമില്ല. കാരണം ഇവളൊരു മാർക്സിസ്റ്റ് വിരോധിയാണ്, ഒരു തികഞ്ഞ മാർക്സിസ്റ്റ് വിരോധിയാണ്. ഇവര് ഏതോ പിന്നെ ഒരു അജണ്ട വെച്ച് ഈ പ്രസ്ഥാനത്തെയും പാർട്ടി പിണറായി വിജയനെ അധിക്ഷേപിക്കുകയാണ്. ഇതിലൊരു കഥയും അതിൽ സാധാരണക്കാർക്കൊക്കെ അറിയാം. പിന്നെ
ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറെ ശത്രുക്കളുണ്ട്. അത് എന്തായാലും ഉണ്ടാകും. കാരണം ഈ പാർട്ടിയുടെ വളർച്ച ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളിലും ഇതുപോലെയുള്ള പല അവതാരങ്ങളും ഒക്കെ ഇതിനെ അധിക്ഷേപിക്കാനും ഇതിനെ ഇകഴ്ത്താനും ഒക്കെ ഇതിലുണ്ടാകും. അങ്ങനെയാണ് ഈ പാർട്ടി വളരുന്നത്. പാർട്ടിക്ക് ഇപ്പോൾ ഒരു തകർച്ച ഉണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അസ്തമയൊന്നും ആയിട്ടില്ല. ഇത് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരും. അതൊന്നും പേടിക്കണ്ട. പിണറായി വിജയൻ ആരോഗ്യമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയൻ അടുത്ത ഇലക്ഷനിൽ ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയനാവും. ഇല്ലെങ്കിലും പിണറായി വിജയനെ പോലെ കഴിവുള്ളവർ ഇഷ്ടം പോലെ ഈ പ്രസ്ഥാനത്തിലുണ്ട്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നല്ല കഴിവുള്ള ചെറുപ്പക്കാരി ഇഷ്ടം പോലെ ഈ പ്രസ്ഥാനത്തിലുണ്ട്. സ്വരാജ്, ജയിക്ക്, അതുപോലെ തന്നെ വേറെ എത്രയോ നല്ല പിള്ളേര്, അതുപോലെ തന്നെ ബ്രിട്ടാസ്, ഇങ്ങനെയുള്ള നല്ല കഴിവുറ്റ നേതാക്കന്മാര് ഈ പ്രസ്ഥാനത്തിലുണ്ട്. വളരെ, അതായത് ഒരു ലാഭേച്ഛയും കൂടാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടാനും ഈ പാർട്ടിയെ വളർത്താനും വേണ്ടി ഒത്തിരി നല്ല അണികൾ, നല്ല നേതാക്കന്മാരും ഈ പ്രസ്ഥാനത്തിലുണ്ട്. ഒന്നും പേടിക്കണ്ട. ഇടതുപക്ഷത്തിന്റെ കാലമൊന്നും ഒരിക്കലും അസ്തമിക്കില്ല. ഇത് എന്തായാലും പിണറായി വിജയനെയും അയാളുടെ കാലത്തെയും ഒരിക്കലും അയാൾ ഇപ്പൊ ഈ മാറ്റം നിർത്തിയെന്ന് പറഞ്ഞാലും അയാളുടെ കാലമൊന്നും ഓർത്തിൽ ജനങ്ങൾ എന്തായാലും അയാളെ ഓർത്തില്ല. അത് തീർച്ചയായും, അതിനൊരു സംശയം